ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. ഗൈസ് വയ്യായിരുന്നു. നമ്മൾ ശബരിമലയിൽ പോയി വന്നപ്പം പിന്നെ അയ്യോ ഒരു രക്ഷയില്ല, ചുമ പനി എല്ലാം കൂടെ ആയപ്പം ഒരു പരിവായി. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തണ്ണീർമുക്കം വണ്ടിയുടെ താഴത്താണ് കേട്ടോ. അവിടെ ഒന്ന് കാണിച്ചിടാം, കണ്ടില്ലേ? നമ്മൾ നേരത്തെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. തണ്ണീർമുക്കം വണ്ടിയുടെ 2-3 വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ കുറച്ച് കട്ടിങ്ങനെ ഇറങ്ങി ഉള്ള ഒരു ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു അജിത് വ്ലോഗ്സ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെയാണ്. ഞാൻ ഇന്ന് ഒരു വീഡിയോ ചുമ്മാ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. എന്താണ് പിന്നെ എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായി, അതുകൂടെ പറയാമെന്ന് വിചാരിച്ചെടുത്ത. ഞാൻ പൈസയ്ക്ക് ചെറിയൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു ലോൺ ആപ്പ് അതിനകത്തൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്നും നല്ലൊരു പണി കിട്ടി. എൻ്റെ നമ്പറൊക്കെ ചേഞ്ച് ആയി, എൻ്റെ മെയിൽ ഐ ഡി ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. ഫോണിൽ നിന്ന് ഫോട്ടോസൊക്കെ, ഫാമിലി ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയൊക്കെ കിട്ടിയോണ്ട് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു പണി കിട്ടി. അതായത് നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രജിസ്റ്റർ ചെയ്ത പോലും ഇല്ല, ജസ്റ്റ് ഞാൻ അത് ഡൗൺലോഡ് ചെയ്തു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒരാളിങ്ങനെ ഹിന്ദിയിൽ ഒരാളിങ്ങനെ വിളിച്ച് നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടല്ലോ, ആ ലോൺ ഹിന്ദിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. ലോൺ എടുത്തിട്ടുണ്ടല്ലോ, ആ ലോൺ നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെയും നിങ്ങളുടെയൊക്കെ ന്യൂഡായിട്ടുള്ള പിക്ചർ എല്ലാവർക്കും ഞങ്ങൾ അയച്ചു കൊടുക്കും, സോഷ്യൽ മീഡിയയിലൊക്കെ ഇടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എൻ്റെ ഒരു 3000 രൂപ പോയി കേട്ടോ ഗൈസ്. അപ്പോൾ അത് കുറച്ച് ഇതൊക്കെ ആയി, ടെൻഷനൊക്കെ ആയി, ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പം റിലീവായെന്ന് ചോദിച്ചാൽ റിലീവായി. അതിനി വരുമോ ഇല്ലയോ എനിക്കറിയത്തില്ല. അങ്ങനത്തെയൊക്കെ ന്യൂസ്, അങ്ങനത്തെയൊക്കെ ഇനി ഫോൺ കോൾസ്. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ മിക്കവർക്കും എൻ്റെ ഫോൺ നമ്പർ ഇപ്പോൾ അറിയത്തില്ല. അതായത് എൻ്റെ ക്ലോസ് ഫാമിലിയിൽ തന്നെ ആർക്കും വലിയായിട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഫോൺ നമ്പർ ഞാൻ ചേഞ്ച് ഒക്കെ ചെയ്തു. അറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കൂടുതൽ ആർക്കും എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടേ ഉള്ളൂ. അതെല്ലാം അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് നമ്മളെ സമയം മാറ്റി വെക്കരുത് ഗൈസ്. ഒരു അനുഭവം കിട്ടിയോണ്ട് ഞാൻ പറയുക. നമ്മളുടെ സമയം മാറ്റി വെച്ച് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ പോകും, പക്ഷെ അവര് നിങ്ങൾക്കെതിരായിട്ട് മാറും. ഒരു അനുഭവം കിട്ടി, അതുകൊണ്ടാ എന്തോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നി. കുറെ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇനി വീഡിയോ എടുക്കാനും പറ്റുന്നില്ലായിരുന്നു ഗൈസ്. പനിയും ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ മാറിയെങ്കിലും പക്ഷെ കുറെ നാളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റുന്നില്ലായിരുന്നു. അതായത് വീഡിയോ എടുക്കാൻ നേരത്ത് തന്നെ ഒരു മടുപ്പ് തോന്നും, നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നുന്നില്ലായിരുന്നു. ഇന്ന് എന്തായാലും ഞാൻ ചുമ്മാ ഒന്ന് വീട്ടിലിരുന്നപ്പം ഞാൻ അഖിലിനോട് അഖില നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അഖിലുമായിട്ട് ഞാൻ വന്നത്. അഖിലായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കായംകുളം മറ്റേ ഇവിടെ വന്നില്ലായിരുന്നു. നീ എവിടെ എന്നോട് വന്ന്? കൃഷ്ണപുരം കൊട്ടാരത്തിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവനാണ് കേട്ടോ. അപ്പോ അങ്ങനെ അഖിലുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്തോ ഒരു മടുപ്പായിരുന്നു വീഡിയോ എടുക്കാനാണെങ്കിലും. നമ്മുടെ ചാനലിൽ ഞാൻ മറ്റേ നമ്മുടെ ശബരിമല പോയതിന്റെ ആ ഒരു ഷോർട്സ് മാത്രമേ ഇടാറുണ്ടായിരുന്നു. വീഡിയോസ് കുറെ നാളെ ഞാൻ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് യങ്സ്റ്റേഴ്സിനോടാണ് കേട്ടോ. 400cc 200cc ഒക്കെ വണ്ടിയിലാണ് ഇപ്പൊ എല്ലാവരും പായുന്നത്. ആ ബൈക്കിന്റെ പുറകിൽ ഒരു ചെറിയ സാധനം കൂടെ ഉണ്ടാവും. ഗേൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് ഒക്കെ, കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ പുറകിലൊക്കെ നല്ല പായല. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ പോയി എവിടെങ്കിലും കൊണ്ട് താങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ഹോസ്പിറ്റലായി, പോലീസ് കേസായി, പിന്നെ വീട്ടിൽ വിളിക്കലായി. വീട്ടിൽ അതിൻ്റെ അപ്പുറം വേറെ പ്രശ്നമാവും. പിന്നെ കറങ്ങാൻ പോകുന്ന പറ്റത്തില്ല, ചിലപ്പോൾ കോളേജ് ചിലപ്പോൾ നിർത്തിയെന്നൊക്കെ വരും. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ കാരണം ബാക്കിയുള്ളവർക്കും പ്രശ്നം ഉണ്ടാവരുത്, നമുക്കും പ്രശ്നം ഉണ്ടാവരുത്. അപ്പം നിങ്ങൾ സ്പീഡ് കുറച്ച് നിങ്ങൾ കറങ്ങാൻ പൊക്കോ. നിങ്ങൾ ഈ 400cc വണ്ടിയിൽ 200cc വണ്ടിയിൽ നിങ്ങൾ കറങ്ങാൻ പോകും, പക്ഷെ സ്പീഡ് കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക. സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പം എല്ലാവരും നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് പോവുക. ഇപ്പം ബൈക്ക് ഓടിക്കുന്നവരെ ആണെങ്കിലും
കാർ ഓടിക്കുന്നവരാണെങ്കിൽ രാത്രി യാത്രകളൊക്കെ ഏറ്റവും കുറയ്ക്കുക കേട്ടോ. രാത്രിയിലൊക്കെ നമ്മൾ ഡിമ്മും ബ്രൈറ്റും അടിക്കാതിരിക്കുകയും ചിലപ്പോൾ എല്ലാവരും ഡിമ്മും ബ്രൈറ്റും അടിച്ച് ഒന്ന് സഹകരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും രാത്രിയിൽ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷെ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ബ്രൈറ്റ് അടിച്ച് വരും, അപ്പം നമുക്ക് കാണത്തില്ല. അപ്പം എല്ലാവരും ഒന്ന് ഡിമ്മടിച്ചും ബ്രൈറ്റ് അടിച്ചും ഒക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. ബാക്കിയുള്ള വണ്ടികളൊക്കെ പോകാനൊക്കെ ഉള്ള സഹായം കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഒന്ന് റിലീവായി. ഇത്രയും നിങ്ങളോട് സംസാരിച്ച് ഒന്ന് റിലീവായി. അപ്പം ഇനിയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം. അതായത് സമയപരിമിതികൾ എനിക്കുണ്ട്. അതായത് ഓഫീസുണ്ട്, ഓഫീസിൽ ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെ സമയപരിമിതികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ ഇടുന്നതൊക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.